ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം വിവാദത്തിന്റേതായി. രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗം നടത്തി ക്ഷീണിച്ചെന്ന സോണിയാഗാന്ധിയുടെ പരാമർശമാണ് വിവാദമായത്. ദൗർഭാഗ്യകരമായ പ്രസ്താവനയെന്ന് രാഷ്ട്രപതി ഭവൻ പ്രതികരിച്ചതോടെ പ്രധാനമന്ത്രിയും മറ്റ് നേതാക്കളും സംഭവം ഏറ്റുപിടിച്ചു. ആദിവാസികളെ മൊത്തത്തിൽ സോണിയാഗാന്ധി അപമാനിച്ചുവെന്ന് മോദി പ്രതികരിച്ചു. എന്നാൽ അനാദരവ് കാണിച്ചിട്ടില്ലെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധി എംപിയുടെ മറുപടി. No, the poor lady, the president was getting very tired by the end. Repeating the same thing again and again. She could hardly speak for him. നയപ്രഖ്യാപനം നടത്തി പാവം രാഷ്ട്രപതി തളർന്നുപോയി എന്നായിരുന്നു പാർലമെന്റിൽ സോണിയാഗാന്ധി നടത്തിയ പരാമർശം. ഇതോടെ രാഷ്ട്രപതിയെ അപമാനിച്ചെന്ന വിമർശനവുമായി BJP രംഗത്തു വന്നു. NDA നേതാക്കളുടെ പ്രതികരണങ്ങളും പുറത്തുവന്നു. മണിക്കൂറുകൾക്കകം സോണിയയുടെ പ്രതികരണം ദൗർഭാഗ്യകരമെന്ന് രാഷ്ട്രപതി ഭവനും പ്രതികരിച്ചു. ഭരണഘടനാ പദവിയിലിരിക്കുന്നയാളിന്റെ അന്തസ്സിന് കളങ്കം വരുത്തിയ പ്രസ്താവനയാണ് സോണിയയുടേതെന്നായിരുന്നു രാഷ്ട്രപതി ഭവന്റെ പ്രതികരണം. പിന്നാലെ കടുത്ത വിമർശനവുമായി പ്രധാനമന്ത്രിയും രംഗത്തെത്തി. വനമേഖലയിലെ ഗോത്രകുടുംബത്തിൽ നിന്ന് രാഷ്ട്രപതി പദം വരെ എത്തിയ വ്യക്തിയാണ് ദ്രൗപദി മുർമു. വരേണ്യ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഗോത്രവിഭാഗക്കാരിയുടെ പ്രസംഗം ബോറടിയായിരിക്കാം. പാവങ്ങളോടും ദളിതരോടുമുള്ള കോൺഗ്രസിന്റെ സമീപനമാണ് ഇത് കാണിക്കുന്നതെന്നും മോദി പറഞ്ഞു. രാജ്യത്തെ 10 കോടിയോളം വരുന്ന ആദിവാസി ജനതയെ സോണിയ അപമാനിച്ചുവെന്നും മോദി വിമർശിച്ചു. കോൺഗ്രസും സോണിയയും രാജ്യത്തോട് മാപ്പ് പറയണമെന്നും പ്രതികരണം അപലപനീയമെന്നും പാർട്ടി അധ്യക്ഷൻ JP നദ്ദയും ആവശ്യപ്പെട്ടു. ആദിവാസികളോടുള്ള കോൺഗ്രസിന്റെ വരേണ്യ സമീപനമാണ് ഇത് തെളിയിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു. സോണിയയ്ക്ക് സമീന്ദർമാരുടെ മനോനിലയെന്ന് MP സുകന്യ മജുംദാറും പറഞ്ഞു. അധികാരമില്ലാത്തപ്പോൾ കോൺഗ്രസുകാർ സ്വബോധം നഷ്ടപ്പെട്ട പോലെയാണ് പെരുമാറുകയെന്ന് രാജ്യസഭാംഗ രേഖാ ശർമ്മയും പറഞ്ഞു. എന്നാൽ സോണിയാഗാന്ധിയെ പിന്തുണച്ച് മകളും ലോക്സഭാ MPയുമായ പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തി. അമ്മയ്ക്ക് 78 വയസ്സായി. അവർ ആരെയും അപമാനിക്കില്ല. രാഷ്ട്രപതിയോട് ഒരിക്കലും അനാദരവ് കാണിച്ചിട്ടില്ല. ഏറെ ദൈർഘ്യമുള്ള പ്രസംഗമായിരുന്നു രാഷ്ട്രപതിയുടേതെന്ന് മാത്രമാണ് അമ്മ ഉദ്ദേശിച്ചത്. പരാമർശം മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് പറഞ്ഞ പ്രിയങ്ക രാഷ്ട്രപതിയോട് ബഹുമാനം മാത്രമേ ഉള്ളൂവെന്നും മറുപടി പറഞ്ഞു. That the president must have been tired reading such a long speech. Poor thing. I don't think she fully respects. In fact, she has the utmost respect for her. And I think it's very unfortunate that this kind of thing is twisted by the media. They are both respected people. They are older than us. They are a certain age now. And it's pretty clear that she means no disrespect. ഏതായാലും ബജറ്റ് സമ്മേളനത്തിനൊരുങ്ങിയ സഭ കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്ന് ഇതോടെ ഉറപ്പായി. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.